യുഎയില് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണല്ലേ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന്? സ്വാഭാവികമായിട്ടും. നമസ്കാരം, നിബിനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അരുണാണ്. യുഎയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ബാങ്കിങ് പ്രൊഫഷണൽ ആയിട്ട് 5 വർഷമായിട്ട് ഇദ്ദേഹം ഈ മേഖലയിൽ ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം, അരുൺ, എന്താണ് ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഇല്ലാത്തൊരു പ്രതിസന്ധി ബാങ്കിങ് മേഖലയിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്നത്? യു എയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് തുടങ്ങുക എന്നുള്ളത് പ്രധാനമായിട്ടും ബുദ്ധിമുട്ട് വരുന്ന കാര്യമാണ്. 48 മണിക്കൂർ കൊണ്ട് കസ്റ്റമർക്ക് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ട് ട്രേഡ് ലൈസൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ ബുദ്ധിമുട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ചുമ്മാ ഒരു ബിസിനസ് ലൈസൻസ് ഇഷ്യൂ ചെയ്തതിനെ കൊണ്ട് കസ്റ്റമർക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ല. അവർ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. യു എയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിതിൽ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഇതിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമറെ ആദ്യം എന്താണ് റിക്വയർമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. യു എനെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബാങ്ക് റെഗുലേഷൻസ് പ്രകാരമാണ് ഓരോ ബാങ്ക് അക്കൗണ്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഓരോ ആക്ടിവിറ്റിക്കും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും നമുക്ക് വരുന്ന പ്രതിസന്ധികൾ എവിടെയാണ്? പ്രധാനമായിട്ടും യു എയിൽ വരുന്നത് 2 ടൈപ്പ് ഓഫ് ബിസിനസ് ലൈസൻസ് ആണ് വരുന്നത്. ഒന്ന് ഫ്രീ സോൺ വരുന്നുണ്ട്, ഒന്ന് മെയിൻലാൻഡ് വരുന്നുണ്ട്. ഫ്രീ സോൺ സ്വാഭാവികമായിട്ടും ഹൈ റിസ്ക് ആക്ടിവിറ്റി കാറ്റഗറിയിലാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. മെയിൻലാൻഡ് സ്വാഭാവികമായിട്ടും ലോ റിസ്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും മെയിൻലാൻഡിലും ഹൈ റിസ്ക് ആക്ടിവിറ്റി വരുന്നുണ്ട്. സോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡ് ട്രേഡിംഗ് ആക്ടിവിറ്റി, റിയൽ എസ്റ്റേറ്റ്, കസ്റ്റമർ സർവീസ് പ്രൊവൈഡർ, ഈ പറയുന്ന ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ യു എ ബാങ്ക് സെൻട്രൽ ബാങ്ക് റെഗുലേഷൻസ് പ്രകാരം നമുക്ക് ഹൈ റിസ്ക് ആക്ടിവിറ്റി ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി അപ്രൂവൽസിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റമറുടെ എന്താണോ അവരുടെ റിക്വയർമെന്റ് മനസ്സിലാക്കി നമുക്കത് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് സ്റ്റാൻഡേർഡ് ബേസിക് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനായിട്ട് യു എയിൽ ആവശ്യമുള്ളത്? സ്വാഭാവികമായിട്ട് ഡോക്യുമെന്റ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് ലൈസൻസ്, മെമ്മറാൻഡം ഇജാരി, പാസ്പോർട്ട്, എമിറേറ്റ്സ് വിസ, അതുപോലെ തന്നെ കസ്റ്റമറുടെ പേഴ്സണൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. പേഴ്സണൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ട്, എങ്ങനെയാണ് ഒരു ക്ലയന്റ് അഥവാ ഒരു കസ്റ്റമർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അത് 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും സ്വാഭാവികമായിട്ടും ബാങ്ക് ചോദിക്കുക.